ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വന്ധ്യതയും ഡയബറ്റീസും തമ്മിലുള്ള റിലേഷൻ എന്താണ്. കാരണം ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ ഒരു നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതായത് എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥയായിട്ട് ഡയബറ്റീസും അതേപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഡയബറ്റീസ് ഉള്ളത്, ഇൻഫെർട്ടിലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ടുള്ള ഡയബറ്റീസും കൊളസ്ട്രോളും ശരിക്കും വന്ധ്യതയും നല്ലൊരു സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട്. കാരണം ഒരു പേഴ്സന്റെ ഇൻഫെർട്ടിലിറ്റി ഓർ പ്രത്യുൽപാദന ശേഷിയെ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് അതിൽ ചെയ്യുന്നുണ്ട്. കാരണം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാം, ശരീരത്തിലെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മുടെ ശരീരത്തിലെ ഡയബറ്റീസ്, അതായത് പഞ്ചസാരയുടെ ലെവൽ നോർമലൈസ് ചെയ്യുന്നത് ഇൻസുലിൻ ആണെന്ന് അറിയാം. ഈ ഇൻസുലിന് ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം, പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ ആണ് ഈ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ശരിക്കും രണ്ട് തരത്തിലാണ് ഇങ്ങനെ ഇൻസുലിന്റെ അളവ് കൂടാനുള്ള, രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടാനുള്ള രണ്ട് ചാൻസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഡയബറ്റീസ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഇൻസുലിന്റെ അളവ്, ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിന്റെ അളവ് കുറയുന്ന സമയത്തും ഡയബറ്റീസ് ഉണ്ടാവാം. ഈ ഡയബറ്റീസ് എങ്ങനെയാണ് വന്ധ്യതയിലോട്ട് എത്തുന്നത് എന്ന് നോക്കാം. അതായത് ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതൽ. ഇത് മെയിനായിട്ട് അഫക്ട് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെയും ഞരമ്പുകളെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇനി സ്ത്രീകളുടെ കാര്യം എടുത്താൽ സ്ത്രീകളുടെ വന്ധ്യതയ്ക്കും ഡയബറ്റീസ് ഒരു കാരണം തന്നെയാണ്. കാരണം ഡയബറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, അതായത് ഹോർമോണൽ ഇംബാലൻസ് വരും. ഹോർമോൺ ഇംബാലൻസ് വരുന്ന സമയത്ത് ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കില്ല, അനോവുലേഷൻ ഉണ്ടാവും. കാരണം ഓവുലേഷൻ കറക്റ്റായിട്ട് നടന്നിട്ട് ഓവം ഉണ്ടായി അത് ബീജമായി സങ്കലനം നടക്കുമ്പോൾ മാത്രമേ നല്ലൊരു ഭ്രൂണം അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് അനോവുലേഷൻ നടക്കും. അനോവുലേഷന്റെ ഫലമായിട്ട് ക്രമരഹിതമായിട്ടുള്ള ആർത്തവം ഉണ്ടാവാം, അല്ലെങ്കിൽ ആർത്തവം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ നാളെ നീണ്ടു നിൽക്കുന്ന ഒരു ആർത്തവം ഉണ്ടാവും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇത് ഓവുലേഷൻ കറക്റ്റായിട്ട് നടത്തില്ല. അതേപോലെ അമിത ഭാരത്തിന് കാരണമാകും. അതേപോലെ ബലഹീനത ഉണ്ടാവും, താല്പര്യക്കുറവ് വരും. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ഒരു സ്ത്രീയാണ്, അത് ഡയബറ്റീസ് നോക്കാതെ അതിനെ അത്ര കാര്യമാക്കി നിസ്സാരമാക്കി കണ്ടു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ടില്ലെങ്കിൽ അത് പിന്നെ അതിന്റെ കോംപ്ലിക്കേഷനിലോട്ട് പോകും. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതിയിലോട്ട് പോകും. അത് വൃക്കയെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളെയൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ ഇനിയിപ്പോൾ കൺസീവ് ആയാൽ തന്നെ പ്രീമെച്യൂർ ലേബർ, അല്ലെങ്കിൽ ഉണ്ടാവുന്ന കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ, അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നിങ്ങളൊരു അമ്മയാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്, ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡയബറ്റിക്സ് ട്രീറ്റ് ചെയ്യുക. ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുക. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അതിനെടുക്കേണ്ട ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നല്ല വ്യായാമം ചെയ്തിട്ട് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് തന്നെ പീരീഡ്സ് കറക്റ്റ് ആവും, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കും. ഓവുലേഷൻ കറക്റ്റായിട്ട് നടന്നാൽ തന്നെ നല്ല ഓവം ഉണ്ടാവും. നല്ല ഓവം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബീജസങ്കലനം നടന്നിട്ട് ഒരു കുഞ്ഞ് എന്നൊരു സ്വപ്നം സാധ്യമാകും. ഇതാണ് സ്ത്രീകളുടെ ഇൻഫെർട്ടിലിറ്റിയും, അതായത് സ്ത്രീകളുടെ ഫെർട്ടിലിറ്റിയും അതേപോലെ തന്നെ ഡയബറ്റീസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാരുടെ കാര്യം എടുത്താലും ഇങ്ങനത്തെയാണ്. പുരുഷന്മാരുടെ ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉദ്ധാരണക്കുറവാണ്. അതായത് ഡയബറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് പുരുഷന്മാരിലും അവരുടെ രക്തക്കൊള്ളുകളെയും ഞരമ്പുകളെയൊക്കെയാണ് ഈ ഡയബറ്റീസ് ബാധിക്കുക. അങ്ങനെ ബാധിക്കുന്ന സമയത്ത് ഡയബറ്റീസ് അവരുടെ പുരുഷന്മാരുടെ ലിംഗാവയവത്തിലോട്ടുള്ള രക്തയോട്ടം കുറയും. രക്തയോട്ടം കുറയുന്ന സമയത്ത് നല്ല ബീജങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവുന്ന ബീജത്തിന്റെ ഘടനയിൽ തന്നെ വ്യത്യാസം വരും. ആരോഗ്യമുള്ള ബീജവും അതേപോലെ 50% നല്ല മോട്ടിലിറ്റി, അതായത് ചലനശേഷിയുള്ള ബീജമൊക്കെ ഉണ്ടായാൽ മാത്രമേ ഈ ബീജസങ്കലനം, നല്ലൊരു ബീജം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ബീജസങ്കലനം നടക്കാനൊക്കെ
സാധിക്കുകയുള്ളൂ. അപ്പോൾ ബീജത്തിന്റെ ഘടനയിൽ തന്നെ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഉദ്ധാരണക്കുറവുണ്ടാവും, ബലഹീനത വരും, അതേപോലെ താല്പര്യക്കുറവ് വരും, ഒരു ഇറിറ്റേഷൻ, ഒരു ബുദ്ധിമുട്ട്, അതിനോടൊരു തീരെ ഒരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അതും ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതും അതായത് അതൊരു ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എത്തിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു പുരുഷനാണ് നിങ്ങൾക്കൊരു ഡയബറ്റീസ് ഉണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുക. ഡയബറ്റീസ് ട്രീറ്റ് ചെയ്തിട്ട് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.